പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ്ബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം. എന്നും രാത്രി 9 മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു. കേൾക്കുക, പ്രബുദ്ധരാവുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ബിസ്മില്ലാ, അൽഹംദുലില്ലാ. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ ഞാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ ദാമ്പത്യ ജീവിതം വളരെ മനോഹരമാക്കാൻ നാം എന്തെല്ലാം കൈക്കൊള്ളണം എന്ന വിഷയത്തെക്കുറിച്ച് ഒരു ഓർമ്മപ്പെടുത്തലുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു തആല വിശുദ്ധ ഖുർആനിൽ പറയുന്നു, നിങ്ങളെ ഞാൻ ഇണകളായി ഒത്തുചേരുവാൻ വേണ്ടി നിങ്ങളിൽ കാരുണ്യവും സ്നേഹവും നൽകിയിരിക്കുന്നു എന്നാണ്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാം, കുടുംബജീവിതത്തിന് കാരുണ്യവും സ്നേഹവും വളരെ പ്രധാനപ്പെട്ടതാണ്. എന്നാൽ ഇന്ന് നാം കാണുന്ന നമ്മുടെ കുടുംബജീവിതത്തിൽ, നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ ഈ കാരുണ്യവും സ്നേഹവും നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. ഇങ്ങനെ നമ്മളെ ഇണകളായി സൃഷ്ടിച്ച അല്ലാഹു സുബ്ഹാനഹു തആലയുടെ നിയമനിർദ്ദേശങ്ങൾ നാം പാലിക്കാത്തത് കൊണ്ടാണ് ഇതെല്ലാം നമ്മളിൽ നിന്ന് നഷ്ടമാകുന്നത്. നമുക്കനുയോജ്യമായ, നമ്മളെ സൃഷ്ടിച്ച നമുക്കനുയോജ്യമായ നിയമസംഹിതകളാണ് ശരീഅത്ത് നിയമത്തിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ ആ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ദാമ്പത്യം സന്തോഷപൂർണ്ണമാക്കാൻ സാധിക്കും. നമ്മളെല്ലാവരും ജീവിക്കുന്നത് പരലോക വിജയത്തിന് വേണ്ടിയിട്ടാണ്. ദുനിയാവ് എന്ന് പറയുന്നത് ഒരു പരീക്ഷണങ്ങൾക്കുള്ളതാണ്. പരലോകത്ത് വിജയിക്കാൻ നാം ഈ പരീക്ഷണത്തിൽ വിജയിച്ചേ മതിയാവും. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതം, നമ്മുടെ ദുനിയാവിലുള്ള ഈ ദാമ്പത്യ ജീവിതം എന്ന് പറയുന്നത് ഒരു പരീക്ഷണമായി കാണാം. പരലോക വിജയത്തിന് വേണ്ടി എങ്ങനെയാണോ നമ്മൾ ഈ ദുനിയാവിൽ വളരെ നമ്മുടെ ജീവിതത്തിന് ഏത് രീതിയിലാണോ ക്രമപ്പെടുത്തേണ്ടത് ആ രീതിയിൽ ക്രമപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് ദാമ്പത്യം സന്തുഷ്ടമാക്കാൻ സാധിക്കും. കൂടാതെ നമുക്ക് ഭാര്യയ്ക്കും ഭർത്താവിനും ഒരുപാട് അവകാശങ്ങളുണ്ട്, അതിനേക്കാൾ ഉപരി കടപ്പാടുകളുണ്ട്. അത് നാം തിരിച്ചറിഞ്ഞുകൊണ്ട് ഭർത്താവിൻ്റെ കടപ്പാടും ഭാര്യയുടെ കടപ്പാടും ഭർത്താവിൻ്റെ അവകാശങ്ങളും ഭാര്യയുടെ അവകാശങ്ങളും തിരിച്ചറിഞ്ഞുകൊണ്ട് പരസ്പരം മുന്നോട്ട് പോവുകയാണെങ്കിൽ അവിടെയും ദാമ്പത്യം വളരെ ഇമ്പമുള്ളതാക്കി മാറ്റാൻ സാധിക്കും. പരസ്പരം യാത്ര ചെയ്യുക, പരസ്പരം സംസാരിക്കുക, കാര്യങ്ങൾ തുറന്നു പറയുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ദാമ്പത്യത്തെ വളരെ മനോഹരമാക്കാൻ നമുക്ക് സാധിക്കും. നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത മാതൃക നമുക്ക് ഏവർക്കും അറിയാം. അതിലൂടെ എത്രത്തോളം നമ്മുടെ ദാമ്പത്യം ഇമ്പമുള്ളതാക്കി മാറ്റാമെന്ന് നമുക്ക് അറിയാൻ കഴിയുന്ന ഒരു കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, നിങ്ങളിൽ ഏറ്റവും നല്ലവർ എന്ന് പറയുന്നത് നിങ്ങളുടെ ഭാര്യമാരോട് നന്നായി വർത്തിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ പ്രവാചകൻ്റെ മാതൃക പിൻപറ്റിക്കൊണ്ട് നല്ല ദാമ്പത്യം കാഴ്ചവെക്കാൻ നമുക്ക് ഏവർക്കും സാധിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.